ഈ ഒരു ഫ്ലവർ പോട്ട് മാറ്റിയിട്ട് പകരം നമുക്കിത് വെക്കാം. നോർമലി ഇതെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടത് ഒരു വുഡൻ ബേസ് വെച്ചിട്ടാണ്. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഫോം ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതില്ലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കണ്ട. ഇനി ഇതിൽ മെയിനായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എത്ര പെറ്റലാണോ വേണ്ടത് അത് പ്രാവശ്യം നിങ്ങൾ ചുറ്റിയെടുക്കാം. ഞാനിവിടെ 5 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ടുണ്ട്, ചിലതെല്ലാം 6 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ഒരു 4-5 അധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ പൈപ്പ് ക്ലീനറാണ്. എന്നിട്ട് ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിനെയും കൂടി ഒന്നിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് ലീഫാക്കി എടുക്കുക. വേറെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ച് ലീഫും വെച്ച് പകുതി ആയപ്പോഴേക്കും പൈപ്പ് ക്ലീനർ തീർന്നിട്ടുണ്ടായി. ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് കാലിയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇനി ഗ്രീന് വാങ്ങിച്ച സമയത്ത് ഇത് ഫസ്റ്റ് ഒന്ന് ഫുള്ളാക്കിയിട്ട് എടുക്കണം. ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിൽ ചെയ്തുകൊണ്ടോന്ന് അറിയില്ല, എനിക്ക് ഈ ഒരു ഫ്ലവർ ഇവിടെ വെച്ചിട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.